MES College of Engineering Technology is one of the most prestigious engineering college under the MES Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University, located near Cochin International Airport. We give 100% placement assistance. Admissions started for UG programs. For more information, contact 944-77-81611. Embark your journey with MESC. ആശാപ്രവർത്തകർക്ക് ഓണറേറിയം മരട് നഗരസഭാ കൗൺസിലിൽ അംഗീകാരം പ്രതിമാസം 3000 രൂപ നൽകാൻ തീരുമാനിച്ചു. മരട് നഗരസഭ വാർഷിക ബഡ്ജറ്റിൽ ആശാവർക്കർമാർക്ക് അധിക വിഹിതമായി പ്രതിമാസം 2000 രൂപ വീതം പ്രഖ്യാപിച്ചിരുന്നു. ഇത് നടപ്പിലാക്കുന്നതിന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭിക്കുന്നതിന് സർക്കാർ അനുമതി ആവശ്യമാണ്. ഈ അനുമതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പ്രിൻസിപ്പൽ ഡയറക്ടർക്കും കോർഡിനേഷൻ കമ്മിറ്റിക്കും DPCക്കും കത്തയച്ചിരുന്നു. കത്തിന് ലഭിച്ച മറുപടി അടിസ്ഥാനത്തിൽ ബജറ്റ് അംഗീകാരത്തിനോടൊപ്പം സർക്കാർ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൗൺസിൽ തീരുമാനം കൂടി ആവശ്യമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കൗൺസിൽ തീരുമാനം നൽകുന്നതിനായി മരട് നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. യോഗത്തിൽ ഐക്യകണ്ഠേന വിഷയം പാസാക്കി. കൂടാതെ 2000 രൂപയിൽ നിന്ന് തുക 3000 രൂപ വീതം പ്രതിമാസം നൽകുവാനും കൗൺസിൽ തീരുമാനമായി. അത് കൃത്യമായി നമ്മുടെ വരുമാനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിലായി അടക്കണം. ആ 3 ദിവസങ്ങളിൽ അടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള കത്തിന് അടിസ്ഥാനത്തിലാണ് നമ്മളിലൂടെ കൗൺസിൽ കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കൗൺസിൽ ഇത് പാസ്സാക്കിക്കൊണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇത് കൂട്ടണം 3000 രൂപയെങ്കിലും ആക്കണമെന്ന താല്പര്യം നമ്മുടെ കൗൺസിലർമാരുടെ ഇടയിലുണ്ട്. അപ്പോൾ അത് ആർക്കാണെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ നമുക്ക് അതുകൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് 3000 ആക്കി. ആശാവർക്കറും 1ാം ഡിവിഷൻ കൗൺസിലറുമായ ശാലിനി അനിൽരാജ് കൗൺസിലിൽ നിന്ന് വിട്ടുനിന്നത് ശ്രദ്ധേയമായി. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടതുകൊണ്ടാണ് ഐക്യകണ്ഠേന ഈ വിഷയം പാസ്സായതെന്ന് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംപറമ്പിൽ പറഞ്ഞു. തുടർ നടപടികൾക്കായി തീരുമാനം സർക്കാരിലേക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, മരട്.